രക്ഷയ്ക്ക് വെച്ച ബാരിക്കേഡിന് അപ്പുറത്തേക്ക് ആദ്യമേ ഇറങ്ങിയിരുന്നു. ഫോട്ടോ എടുക്കാനല്ല, അവിടെ ഒന്ന് ഡെപ്ത് നോക്കുന്നത് കണ്ടു. അപ്പോഴാണ് ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ വഴക്ക് പറഞ്ഞു. എന്നിട്ട് കുട്ടിയെ തിരിച്ച് കയറാമെന്ന് തിരിച്ച് കയറ്റിയതായിരുന്നു. കർണാടക ചിക്മംഗളൂരുവിൽ വിനോദയാത്രയ്ക്കിടെ മരിച്ച ശ്രീനന്ദയുടെ മൃതദേഹം പാലക്കാട് കടമ്പുഴപ്പുറത്തെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ഇവിടെ ആദരാഞ്ജലി അർപ്പിക്കുന്നതിനായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന വലിയ ജനക്കൂട്ടം ഇപ്പോഴും അറിയാതെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീനന്ദയ്ക്ക് അവസാനമായി ശ്രീനന്ദയെ കാണുന്നതിന് വേണ്ടി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താർ. ഇന്നലെയും ഇന്നുമായിട്ട് മാധ്യമങ്ങളിൽ നിറഞ്ഞൊരു വിഷയമാണ് പാലക്കാടുള്ള ഒരു 15 വയസ്സുള്ള ശ്രീനന്ദ എന്നുള്ള ഒരു പെൺകുട്ടി കർണാടകയിലെ ചിക്കമംഗളൂരിൽ പോയിട്ട് ഒരു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു എന്നുള്ളത്. മാധ്യമങ്ങളിലൊക്കെ അതുപോലെ ഒരുപാട് യൂട്യൂബേഴ്സും പറഞ്ഞിരുന്നു വലിയ ദുരൂഹത ഉണ്ട്, ആ പെൺകുട്ടിനെ ആരോ മയക്കുമരുന്ന് കൊടുത്തിട്ട് കൊണ്ടുപോയിട്ട് കൊന്നുകളഞ്ഞതാണ്, അല്ലെങ്കിൽ മറ്റാരോ എന്തൊക്കെയോ ചെയ്തതാണ്, അല്ലാതെ ഒരു അബദ്ധത്തിൽ വീണതല്ല. കാരണം 4 ദിവസമായിട്ട് ഈ പെൺകുട്ടിനെ കാണാതായിട്ട് ഒടുവിൽ കണ്ടെത്തിയത് ഒരു 1500 അടി താഴ്ചയിൽ ഒരു മരത്തിൽ തങ്ങി നിൽക്കുന്ന നിലയിലാണ് ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 15 വയസ്സുള്ള ഈ പെൺകുട്ടിയുടെ മൃതദേഹം കിട്ടുന്നത്. അതോടുകൂടി ആ വീട്ടുകാരെന്നെ പറഞ്ഞിരുന്നു, ആരൊക്കെ ഞങ്ങളെ പിന്തുടർന്നിരുന്നു. ഒരു 5 മിനിറ്റ് നേരം അതുവരെ ആ കുടുംബത്തിനോടൊപ്പം ടൂർ പോയതാണ് ഈ കുട്ടി. അപ്പൊ ആ കുട്ടിയുടെ മരണം വലിയ ദുരൂഹമാണ്. പിന്നെ യൂട്യൂബേഴ്സ് അങ്ങോട്ട് ഏറ്റെടുത്തു ഇതിന്റെ പിന്നിൽ ലവ് ജിഹാദാണ്, മുസ്ലിംസ് ആണ്, ആ രീതിയിലൊക്കെയുള്ള വ്യാപകമായ ചിത്രീകരണം. അതും പോരാഞ്ഞിട്ടത് ഏതൊരു കടക്കാരനാണ്, ഇങ്ങനെ ഇതൊരു കൊലപാതകമാണ് എന്ന രീതിയിലുള്ള വ്യാപകമായ പ്രചരണമായിരുന്നു. 1500 അടി താഴ്ചയിൽ കണ്ടെത്തിയ കുട്ടിയുടെ മൃതദേഹം ഒരുപാട് സംശയങ്ങൾ ഉണ്ടാക്കിയിരുന്നു. കാരണം നേരത്തെ അവിടെയൊക്കെ പരിശോധിച്ചിട്ടും കാണാത്ത മൃതദേഹം എങ്ങനെയാണ് കണ്ടത്, പിന്നെ അതിന് ഒരുപാട് പഴക്കങ്ങളില്ല. അപ്പൊ 4 ദിവസം കാണാതെ ഒരു കുട്ടിനെ കിട്ടുമ്പോൾ അതിന് ദുർഗന്ധം വരുന്നുണ്ടാവില്ലേ, അപ്പോൾ മരണപ്പെട്ടിട്ട് കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ആയിരുന്നുള്ളൂ. ഇങ്ങനെ ഒരുപാട് ദുരൂഹതകളുണ്ട്. പിന്നെ യൂട്യൂബേഴ്സ് അങ്ങോട്ട് ഏറ്റെടുത്തിട്ട് ഇതൊരു വലിയ കൊലപാതകമാണ്, ലഹരി മാഫിയാണ്, ആര് തട്ടിക്കൊണ്ടുപോയതാണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇതിന് അവസാനം ഇവർ പുറത്തു വിട്ട ഈ പെൺകുട്ടി മരണപ്പെടുന്നതിന് തൊട്ട് മുൻപെടുത്ത ഒരു സെൽഫി വീഡിയോ ഉണ്ട്. ആ ഒരു വീഡിയോയിൽ ഒരു ചില റീൽസ്, ആ ഒരു റീൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാക്കും. ആ റീൽ നിങ്ങൾ കാണും. നമ്മൾ വന്ന സ്ഥലത്ത് ഒന്നുമില്ല, ജസ്റ്റ് ഒരു സിബ്ലൈൻ മാത്രമാണ്. നമുക്ക് എവിടേക്ക് പോകും? ഈ ഒരു റീല് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈ കുട്ടി ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ പിന്നിൽ ആരും ഒരു റെഡ് ക്യാപ്പ് ഒക്കെ ഇട്ട് പോകുന്നുണ്ട്. അപ്പൊ ഒരു പക്ഷേ ഈ കൂടെ റീൽസ് എടുത്ത പെൺകുട്ടിക്ക് അറിയുമായിരിക്കാം. എന്തായാലും ഒരു 40 പേരടങ്ങുന്ന ഒരു സംഘമായിട്ടാണ് ഇവർ ടൂർ പോയത്. അങ്ങനെ ഒരുപാട് ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങളൊക്കെ പോയിട്ട് ഈ പാലക്കാട് മലയാളി കുടുംബം, ഈ ശ്രീനന്ദയുടെ അച്ഛനും അമ്മയൊക്കെ അടങ്ങുന്ന കുടുംബം, ഇവര് വണ്ടി പാർക്ക് ചെയ്യുന്നിടത്തേക്ക് എത്തി. ബസ്സിലാണ് ഇവർ പോയിരുന്നത്. അങ്ങനെ അപ്പോഴാണ് ഈ പെൺകുട്ടിനെ മിസ്സായത് മനസ്സിലാണ്. അപ്പൊ തൊട്ട് മുൻപ് സെൽഫി വീഡിയോ, ഇപ്പൊ ഒരു നമ്മൾ കണ്ട വീഡിയോ ഒക്കെ എടുത്തൊരു പെൺകുട്ടി പെട്ടെന്ന് എവിടേക്കാണ് പോയത്. അങ്ങനെ 4 ദിവസം തെരഞ്ഞു. ഇപ്പോ ഈ മയ്യത്ത് കിട്ടി, 1500 അടി താഴ്ചയിൽ മയ്യത്ത് കിട്ടിയെന്ന് പറഞ്ഞല്ലോ. ആ ഭാഗത്തൊക്കെ കൃത്യമായിട്ട് തെരഞ്ഞിരുന്നെങ്കിലും അപ്പോൾ ആ സമയത്ത് അത് കിട്ടിയിരുന്നില്ല. പക്ഷേ തെരഞ്ഞ 4ാം ദിവസം അവിടുന്ന് കിട്ടിയപ്പോൾ ഭയങ്കര സംശയങ്ങളായി. അപ്പോഴാണ് ഇവർ വീട്ടുകാർ പറയുന്നത്, ഞങ്ങൾ നേരത്തെ വരുമ്പോൾ ഞങ്ങളുടെ കൂടെ ഒരു വാഹനം ഞങ്ങളുടെ ഫോളോ ചെയ്തിരുന്നു, അതിന് പിന്നിൽ ലഹരി മാഫിയ ഉണ്ടാവും, പിന്നെ ലവ് ജിഹാദാണെന്ന് ഒരു കൂട്ടരെ കണ്ട് വ്യാഖ്യാനിച്ചിറക്കി. അങ്ങനെ വലിയ രീതിയിൽ ഒരു വിദ്വേഷ പ്രചരണ രീതിയിലേക്ക് ഇത് മാറി. അപ്പൊ പിന്നെ വീട്ടുകാർ പറഞ്ഞ, അമ്മ തന്നെ പറഞ്ഞു, നമുക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ആരോ തട്ടിക്കൊണ്ട് പോവാതെ ഇങ്ങനെ ചെയ്യില്ല. പക്ഷെ കിട്ടിയ ചാൻസ് മുതലെടുത്തിട്ട് യൂട്യൂബേഴ്സ് അതെന്താക്കി ഒരു ലഹരി മാഫിയ ചെയ്തു, അല്ലെങ്കിൽ ഒരു മുസ്ലിം ഒരു സാന്നിധ്യം അവിടെ ഉണ്ട്, അല്ലെങ്കിൽ മറ്റാരൊക്കെയോ ചെയ്തൊരു എന്താ പറയാ ഒരു വരുത്തി തീർത്തു എന്നുള്ള ഒരു കാര്യത്തിലേക്ക് അത് കൊണ്ടെത്തിച്ചു. പക്ഷെ സത്യം എന്താണെന്നുള്ളതാണ് നമ്മുടെ ഈ ചാനൽ പറയുന്നത്. അതൊക്കെ ഫുള്ളായിട്ട് റീച്ചിന് വേണ്ടി പറഞ്ഞുണ്ടാക്കുന്ന പച്ച കള്ളങ്ങളാണ്. അതിന്റെ വല്യച്ഛൻ തന്നെ പറയുന്നുണ്ട്, ഈ പെൺകുട്ടി ടൂർ പോകുമ്പോൾ ഈ ഒരു അപകടം നടന്നൊരു സ്ഥലത്തേക്ക് പെൺകുട്ടി മുമ്പും കടക്കാൻ ശ്രമിച്ചപ്പോൾ ആ വീട്ടുകാരെ തടഞ്ഞതാണ്. അപ്പോൾ ഒരു ബാരിക്കേഡ് വെച്ച് ഡേഞ്ചറസ് ആണ് എന്ന് കാണിക്കുന്ന ഭാഗം എത്രത്തോളം ആളുണ്ട് നോക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നത്രേ. അപ്പോൾ പോലും ആ രക്ഷിതാക്കൾ അതിനെ തടഞ്ഞു. അത് തടഞ്ഞപ്പോൾ ഈ പെൺകുട്ടി മാറിയിരുന്നു. പിന്നീട് ഈ പെൺകുട്ടി ഇത് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റിക്ക് അത് നോക്കിയിട്ടുണ്ടാവും. നോക്കിയ സമയത്ത് അബദ്ധത്തിൽ ഈ പെൺകുട്ടികൾക്ക് വീണു പോയിട്ടുണ്ടാവാം. കാരണം ആ രക്ഷിതാക്കളും അങ്ങനെയാണ് പറയുന്നത്. രക്ഷയ്ക്ക് വെച്ച ബാരിക്കേഡിന് അപ്പുറത്തേക്ക് ആദ്യമേ ഇറങ്ങിയിരുന്നു. ഫോട്ടോ എടുക്കാനല്ല, അവിടെ ഒന്ന് ഡെപ്ത് നോക്കുന്നത് കണ്ടു. അപ്പോഴാണ് ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ വഴക്ക് പറഞ്ഞു. എന്നിട്ട് കുട്ടിയെ തിരിച്ച് കയറാമെന്ന് തിരിച്ച് കയറ്റിയതായിരുന്നു. ഒരുപക്ഷെ പിന്നെ മുതിർന്ന ആളുകളില്ലാത്തത് കൊണ്ട് ഒന്നുകൂടി പോയതായിരിക്കാം എന്ന് വിചാരിക്കണം. 10:30 ആകുമ്പോഴേക്കും എത്തും. പിന്നെ 1 മണി വരെ ഇവിടെ പൊതുദർശനത്തിന് വയ്ക്കുന്നുണ്ട്.
അത് കഴിഞ്ഞ അവിടെ ഐവർമഠത്തിൽ ബാക്കി സംസ്കാരത്തിന് വേണ്ടി കൊണ്ടുപോകും. തിരുവില്ലാമല ഐവർമഠം. തിരുവില്ലാമല ഐവർമഠം പാമ്പാടി. ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, പ്രാഥമിക റിപ്പോർട്ടൊക്കെ ലഭിച്ചിരുന്നല്ലോ, എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? അതിൽ വീഴ്ചയിൽ ഉണ്ടായ ഇതാണെന്നാണ്, തലയുടെ വലതുഭാഗത്തെ ക്ഷതം കാരണമാണ് മരണം എന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. പിന്നെ വീണ ലൊക്കേഷൻ ലാസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുട്ടി അവിടെ പോയിട്ടുണ്ടായിരുന്നു. നേരത്തെ അവിടെ ഒരു തവണ പോയി ബാരിക്കേഷൻ പുറത്തിറങ്ങുകയും ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങൾ വഴക്ക് പറഞ്ഞ് പിന്നെ തിരിച്ച് കയറ്റിയിരുന്നു. പിന്നെ ഞങ്ങൾ അറിയാതെ ഒരു പക്ഷേ വീണ്ടും അങ്ങോട്ട് കയറിയിരിക്കാം, ചെറിയൊരു ഗ്യാപ്പിൽ എപ്പോഴും. അങ്ങനെ ആ കുട്ടിക്ക് ഒന്നിനെയും പേടിയില്ല, അങ്ങനെ ഒരു പ്രത്യേക ടൈപ്പ്. ഇത് അവിടെ സുരക്ഷയ്ക്ക് വെച്ച ബാരിക്കേഡിന് അപ്പുറത്തേക്ക് ആദ്യമേ ഇറങ്ങിയിരുന്നു. ആ, ഫോട്ടോ എടുക്കാനല്ല, അവിടെ ഒന്ന് ഡെപ്ത് നോക്കുന്നത് കണ്ടു. അപ്പോഴാണ് ഞങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ വഴക്ക് പറഞ്ഞു. എന്നിട്ട് കുട്ടിയെ തിരിച്ച് കയറാമെന്ന് തിരിച്ച് കയറ്റിയതായിരുന്നു. ഒരുപക്ഷെ പിന്നെ മുതിർന്ന ആളുകളില്ലാത്തത് കൊണ്ട് ഒന്നുകൂടി പോയതായിരിക്കാം എന്ന് വിചാരിക്കണം. പിന്നെ എന്തായാലും പോലീസിന്റെ അന്വേഷണം നടക്കട്ടെ. അപ്പൊ ആ വീണ് പോയത് ആരും അറിഞ്ഞിട്ടില്ല. കാരണം അപ്പൊ എല്ലാവർക്കും സംശയം തോന്നുന്നു, ആ പെൺകുട്ടി ആ സമയത്ത് വീണ് മരിച്ചു കഴിഞ്ഞാൽ 4 ദിവസം കഴിഞ്ഞിട്ടല്ലേ ഇവരെ കിട്ടുന്നത്. കിട്ടുമ്പോൾ എന്തായാലും ദുർഗന്ധം ഉണ്ടാവണ്ടേ. ഒരു പക്ഷേ മേ ബി സംഭവിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ കൃത്യമായിട്ട് പറയുന്നത് തലക്കേറ്റ പരുക്കാണ് മരണം. കാരണം പിന്നെ ഡ്രസ്സൊക്കെ കീറിയിരുന്നു, ഒരു മരത്തിന്റെ കൊമ്പിൽ തങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു. വളരെ ദുർഘടമായി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഇവരുടെ മയ്യത്ത് കൊണ്ടുവരുന്നത് തന്നെ. ഉച്ചക്ക് രാവിലെ വീട്ടിലെത്തിച്ചു. അപ്പൊ അതാ ഒരു ഉച്ചയോട് കൂടി തന്നെ സംസ്കാര ചടങ്ങുകളൊക്കെ നടത്തി. കാരണം ആ ഒരു അത്രയും 10,000-കണക്കിന് ആളുകളാണ് ആ ശ്രീനന്ദനെ ഒരു അവസാനം ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തുന്നത്. കാരണം സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വളരെ ആക്റ്റീവാണ്, ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കലുണ്ട്, പാടലുണ്ട്, എല്ലാത്തിലും ആക്റ്റീവാണ്. ഇപ്പൊ ഈ അമിതമായിട്ട് ആക്റ്റീവായ കുട്ടിക്ക് ഇതൊരു ആഴം നോക്കാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിട്ടുണ്ടാവും. എത്രത്തോളം ചില കുട്ടികൾ അങ്ങനെയാണ്, വെള്ളം കണ്ട ഇറങ്ങി നോക്കാൻ തോന്നും, അങ്ങനത്തെ കുട്ടികൾ അപകടത്തിൽപ്പെടും. അപ്പോൾ നല്ല താഴ്ച, എത്ര താഴ്ച ഉണ്ട് നോക്കുക, ആ ഒരു നോക്കലിലാണ് ഈ കുട്ടി അപകടത്തിൽപ്പെട്ടത്. ആരും അറിഞ്ഞില്ല. അപ്പോൾ അത് വീണ പാട ആള് മരിച്ചോളന്നില്ല, വീണ പാട ആള് ബോധം പോകും, പക്ഷെ മരിച്ചോളന്നില്ല. അവിടെ കിടന്ന് ഞെരങ്ങാൻ മാത്രമേ കുട്ടിക്ക് കഴിയുമായിരുന്നുള്ള, ശബ്ദം പുറത്തേക്ക് വന്നിട്ടുണ്ടാവില്ല. അങ്ങനെ ഈ കുട്ടിയെ കണ്ടെത്തുന്ന 4-ാം ദിവസത്തിന്റെ തൊട്ട് മുൻപായിരിക്കും ഈ മരണം സംഭവിച്ചിട്ടുണ്ടാവാം. മേ ബി അതാവാനാ സാധ്യത. പക്ഷേ ചില ചാനലുകളൊക്കെ റീച്ചിന് വേണ്ടിയിട്ട് ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തി എന്ന രീതിയിലൊക്കെ വ്യാപക പ്രചരണമാണ്. എന്തിനാണ് അങ്ങനത്തെ കള്ളത്തരങ്ങൾ പറഞ്ഞ് റീച്ച് ഉണ്ടാക്കുന്നത്? സത്യങ്ങൾ പറഞ്ഞൂടെ? ഇപ്പൊ ഈ പെൺകുട്ടിക്ക് സംഭവിച്ച കാര്യം ഇത്ര ഉള്ളൂ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ പെൺകുട്ടിക്ക് തലക്കേറ്റ പരിക്കാണത്, ഈ വീഴ്ചയിൽ ഓരോ ഡ്രസ്സ് കീറിയിട്ടുണ്ട്. ഡ്രസ്സ് കീറി എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോഴേക്കും ആൾക്കാർ ഇതിന് വേറെ ട്യൂൺ കൊടുത്തു. ഇതേതോ ആരോ ലൈംഗികമായിട്ട് കയ്യേറ്റം ചെയ്തതാണ്, അല്ലെങ്കിൽ മറ്റാരോ മനഃപൂർവ്വം കൊണ്ടുകൊന്നിട്ടതാണ്. പിന്നെ അവിടെ ഒരു മുസ്ലിം സാന്നിധ്യം ഉണ്ടാവില്ല, ജിഹാദാണ്, പ്രണയമാണ്. കാരണം യൂട്യൂബേഴ്സാണ് ഇത്രയും മരണങ്ങൾ കൊടുത്ത് ആഘോഷിക്കണത്. അപ്പൊ ഈ ഒരു ചാനലിൽ കൃത്യമായിട്ട് ഇത് പറയുന്നത്, ഇതിൽ യാതൊരു വിധത്തിലുള്ള എന്തുമില്ല, വേറൊരു കൈകടത്തലുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുരൂഹതകളൊന്നുമില്ല. ഇപ്പൊ തുടക്കത്തിൽ ദുരൂഹത ഉണ്ടെന്ന് സ്വാഭാവികമായിട്ടും ഈ പെൺകുട്ടിനെ കാണാതാവുന്ന സമയത്ത്, അതായത് ഈ പെൺകുട്ടിനെ കാണാതായ സമയത്ത് വീട്ടുകാർ സ്വാഭാവികമായിട്ടും വല്ല പ്രണയക്കണിയിൽ അകപ്പെട്ട് കൊണ്ടുപോയതാണോ എന്ന് സംശയിച്ചിട്ടൊക്കെ ദുരൂഹത ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഇത് കേട്ടവാതി കേൾക്കാത്തവാതി കുറെ യൂട്യൂബേഴ്സ് എന്താക്കി, ഇതിലൊരു പ്രണയക്കണിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഭയങ്കര കഥകൾ അടിച്ചിറക്കി. അങ്ങനെ ഒരുപാട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൽ ഒരു കഥകളും ഇല്ല. ആ വീട്ടുകാരനെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇതിൽ ഒരു സംഭവവും ഇല്ല. ഈ പെൺകുട്ടി നേരത്തെയും അച്ചടക്കമില്ലാതെ ഇങ്ങനെ എടുത്ത് നോക്കിയിരുന്നു, അപ്പൊ അത് വിലക്കിയതാണ്. പിന്നീട് എപ്പോഴോ അവരാരും അറിയാതെ ആ ക്യൂരിയോസിറ്റി കൊണ്ട് നോക്കിയിട്ടുണ്ടാവും. ആ നോക്കിയ സമയത്താണ് ഈ പെൺകുട്ടി എന്ത് ചെയ്തത്, ഈ അപകടത്തിൽ പെട്ടത്. നമ്മൾ ടൂറൊക്കെ പോകുമ്പോൾ, ഇപ്പോൾ അതൊരു ഇനി വേനൽക്കാല അവധിയാണ്, ടൂർ പോകുമ്പോൾ വെള്ളത്തിൽ ഇറങ്ങാൻ നന്നായി ശ്രദ്ധിക്കുക. നമുക്ക് പരിചയമില്ലാതെ ജലാശയങ്ങളിൽ ഒരു കാരണവശാലും കുട്ടികൾ ഇറങ്ങാൻ അനുവദിക്കരുത്. അതോടൊപ്പം നമ്മൾ ഇതുപോലത്തെ ഹിൽസ് ഏരിയയിലേക്കാണ്, നമ്മളിങ്ങനെ കുന്നുകൾ മലകൾ പോലത്തെ ഏരിയകളിലൊക്കെയാണ് നമ്മൾ ടൂർ പോകണതെങ്കിൽ നല്ല നിയന്ത്രണം വരുത്തണം. കാരണം മക്കൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ബോധമില്ല. ഈ റീൽസ് കണ്ട ആവേശത്തിൽ മാത്രമാണ് ഇവർ പോകുന്നുണ്ടാവുക. നിയന്ത്രണങ്ങൾ ടൂറിസ്റ്റ് മേഖലയിൽ വെച്ചിട്ടുള്ളത് തന്നെ നമുക്കത് ആസ്വദിക്കാനാണ്. നമ്മൾ ആസ്വദിക്കുന്ന ഏതൊരു സാധനത്തിനും അതിന് ഡേഞ്ചറസ് വശം കൂടിയുണ്ട്. നമ്മൾ വെള്ളച്ചാട്ടം കാണാൻ പോവുകയാണെങ്കിൽ ആ വെള്ളച്ചാട്ടത്തിന്റെ കാണാൻ ഭംഗിക്കപ്പുറം അതിനൊരു വലിയ അപകടം കൂടിയുണ്ട്. പുഴകൾക്ക് അപകടമുണ്ട്, കടലിന് അപകടമുണ്ട്. അത് കുട്ടികളെ നന്നായിട്ട് ബോധവൽക്കരിക്കുക. എന്തായാലും പാലക്കാടുള്ള പാവം പെൺകുട്ടിയുടെ മരണം വലിയ സങ്കടം തോന്നുകയാണ്. ശ്രീനന്ദ അത്രയും ഒരു കാമായ, ഒരു എന്താ പറയുക, വളരെ ക്യൂട്ട്നെസ് ആയ ഒരു മുഖമുള്ള ഒരു കുട്ടി, സ്കൂളിലൊക്കെ വളരെ സജീവമായിട്ടുള്ള കുട്ടി. എന്ത് മത്സരങ്ങളിലെങ്കിലും ആ കുട്ടി പങ്കെടുക്കും. അത്രേ പാടാനും അമ്പലത്തിലെ പരിപാടിക്കും ഒക്കെ സജീവമായിട്ട് പങ്കെടുക്കുന്ന ഒരു കുട്ടിയാണ്. പക്ഷേ പടച്ചവന്റെ ഒരു വിധി, ദൈവത്തിന്റെ ഒരു വിധി ഇതാണ്. നമ്മളെല്ലാവരും ആ ഒരു കുടുംബത്തിന് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇപ്പൊ നല്ല സന്തോഷത്തിൽ ടൂറ് പോയ കുടുംബം തിരിച്ചെത്തിയത് ആ ഒരു മകളില്ലാതെ, അവസാനം ആ വീട്ടിലേക്ക് എത്തുന്നത് കഫമ്പുഴയിൽ വരുന്ന ഒരു മകൾ എന്നുള്ള നാളെ നമുക്കൊന്നും വരരുത്. നമ്മുടെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യങ്ങൾ ഇതൊക്കെ. ചില മക്കൾക്ക് അങ്ങനെയാണ്, എല്ലാം സെൽഫി, എല്ലാം റീൽസ്. ഈ റീൽസ് എടുക്കാൻ വേണ്ടി എന്ത് സാഹസികതയും കാണിക്കുന്ന ഒരു തലമുറയാണ് ഇന്നത്തെ പുതിയ തലമുറ. ആ പുതിയ തലമുറ ഉണ്ടാക്കി വെക്കുന്ന മരണങ്ങൾ വേദനിക്കുന്ന ആരാന്നറിയോ? അതിന്റെ മാതാപിതാക്കളാണ്. അപ്പോൾ നമ്മുടെ യാത്രയിൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇത്തരം അപകടങ്ങൾ സംഭവിക്കരുത്. ആ ഒരു കുടുംബക്കാരനെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. അതിൽ ആ പെൺകുട്ടി അങ്ങനെ മുമ്പ് ചെയ്തതാണ്.
അപ്പൊ ഒരു പക്ഷേ ആരുമില്ലാത്തൊരു സമയത്ത് പെൺകുട്ടി ഒന്നും ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. ആ നോക്കിയതാണ് എന്ത് ചെയ്തത്, അപകടത്തിന് ഇടയാക്കി എന്നുള്ളതാണ്. എന്തായാലും ഞാനിന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു പെൺകുട്ടിയുടെ ഒരു അപകടം, ഈ ഒരു മരണത്തിൽ ദുരൂഹത ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പൊ റീച്ച് കിട്ടാൻ വേണ്ടിക്ക് ഇല്ലാത്ത കഥകൾ എന്തായാലും ഇതിൽ പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതിൽ വലിയ ദുരൂഹത ഉണ്ടോ? ഇതൊരു ആക്സിഡന്റലി ഒരു അപകടം സംഭവിച്ചതാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ തോന്നിയത് കമന്റ് ചെയ്യാം. ഇന്ന് ഞാനുള്ളത് ഏർവാടിയിലാണ്. ഞാൻ ഇന്നലെ വെള്ളിയാഴ്ച ദിവസമാണ് ഞാൻ ഏർവാടിക്ക് വന്നത്. വൈകുന്നേരം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേരെ കണ്ടുവരുന്നു. അൽഹംദുലില്ലാ, സന്തോഷം. ഞാൻ അവരോടൊക്കെ എൻ്റെ നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചക്കുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു, സമയത്ത് നമ്മൾ പറയേണ്ട വീഡിയോ, പക്ഷേ പല തിരക്കുകൾ കാരണം അത് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഒരു സമയത്തുള്ള വീഡിയോ ആയിട്ട് മാറിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. യാത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ഹൈറാക്കാൻ വേണ്ടി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് വെറുതെ കണ്ട് ഇറങ്ങിയതാണ്. ഏർവാടിയിൽ വന്നപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന ഒരുപാട് കുടുംബങ്ങളെ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷമുണ്ട്. പിന്നെ ഞാൻ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരു എപ്പോഴും ഹബീബായ നബിയുടെ അടുത്തേക്ക് ഒരു പൂച്ചയുമായിട്ടൊരു സഹാബി വരുമായിരുന്നു. എപ്പോഴും അയാളുടെ കൂടെ ഒരു പൂച്ച ഉണ്ടാവും. അങ്ങനെ നബിക്ക് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ് ഈ പൂച്ചയായിട്ട് വരുന്ന ഒരു സഹാബി. ഒരു കൗതുകം, പൂച്ചനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സഹാബിയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു ആളെ പൂച്ചയുടെ പിതാവ് എന്നാണ് നബി അദ്ദേഹത്തിനെ വിളിച്ചത്. ഏത് സ്വഹാബിക്കാണ് ഈ ഒരു ബഹുമതി കിട്ടിയത്? നബി പൂച്ചയുടെ പിതാവ് എന്നൊരു സ്ഥാനപ്പേരൊക്കെ കൊടുത്താൽ നമ്മൾ അങ്ങനെ ഉണ്ടാവില്ല, ഒരാളെ ഇഷ്ടപ്പെട്ട ഒരു പേരൊക്കെ വിളിക്കുക. അപ്പൊ അങ്ങനെ പേരൊക്കെ വിളിക്കുക ഇഷ്ടമാണെങ്കിൽ ഇട്ടാ. അപ്പൊ നബി അദ്ദേഹത്തെ വിളിക്കുക പൂച്ചയുടെ പിതാവ് എന്നാണ്. ഏത് സ്വഹാബിക്കാണ് അങ്ങനെ പൂച്ചയുടെ പിതാവ് എന്നുള്ളൊരു പേര് കിട്ടിയതെങ്കിൽ അതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കമന്റ് ചെയ്യേണ്ടത്. ആ സ്വഹാബിയുടെ പേര് ഇൻഷാ അല്ലാഹ് വീഡിയോയിൽ ഉത്തരം കമന്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.